ആലംകോട് ഗ്രാമപഞ്ചായത്ത് പ്രതിഭാ സംഗമവും കരിയർ ഗൈഡൻസും സംഘടിപ്പിച്ചു. SSLC കരസ്ഥമാക്കിയപ്പോൾ ഫാത്തിമ ഡിയാനെ ക്ഷണിക്കാം. ചങ്ങരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ആലംകോട് പഞ്ചായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. മുഹമ്മദ് ഷെഫീർ, യഹിയ ആമയം എന്നിവർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും എടുത്തു. എമിറേറ്റ്സ് എന്ന് പറഞ്ഞ എയർലൈൻസ് ഉണ്ട്. ആ എമിറേറ്റ്സ് എയർലൈൻസ് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? നിങ്ങളുടെ അടുത്തേക്ക് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ വരും. എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്തേക്ക് വന്നൊരു ട്രേയില് ചായ വെച്ചിട്ട് നിങ്ങളോട് പറയും സർവ് ടീ എന്ന് വെച്ചാൽ സർവ് ടീ, ചായ. ഇതാണ് സംഭവം. ഈ ചായ കൊടുക്കുന്ന ആൾക്ക് എത്ര ശമ്പളം? ലക്ഷങ്ങളാണ്. കാരണം ഇതേപോലെ പറഞ്ഞ് ചായ കൊടുക്കുന്നവന് മാത്രമേ ലക്ഷങ്ങൾ ശമ്പളമുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഫ്ലൈറ്റ് കയറുകയാണ്, അയാളുടെ അടുത്തേക്ക് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് വന്ന് പറയാണ് ചായ വേണോ? നിങ്ങൾ ജന്മണ്ടെങ്കിൽ ഫ്ലൈറ്റ് കയറുമോ? കയറൂല. കാരണം ആ ഫ്ലൈറ്റ് കയറി ആളുടെ മനസ്സെന്താവണം? സംതൃപ്തി വേണം. സംതൃപ്തി വേണം. കാരണം എന്താ? ചായ കൊടുക്കുന്ന ഭാഷയിൽ പോലും എന്ത് വേണം? ക്വാളിറ്റി വേണം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചായ വെക്കുന്ന കണ്ടിട്ടുണ്ടാവും. ആ ചായക്ക് എത്ര വില? 10 രൂപ, 15 രൂപ, മാക്സിമം പോയി 25 രൂപ. ഈ ഇംഗ്ലീഷിൽ കൊടുക്കുന്ന ഈ ഒരു ചായ, എമിറേറ്റ്സിൽ കൊടുക്കുന്ന ചായക്ക് അവരെന്ത് ചെയ്യും? 1000 രൂപ വരെ ചാർജ് ചെയ്യും. അതിൽ കൂടുതലും ചാർജ് ചെയ്യും. കാരണം കൊടുക്കുന്നത് എങ്ങനെയാണ്? എന്നാ ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല. അവരെന്ത് ചെയ്യും? സർവ് ടീ എന്ന് വെച്ചാൽ നല്ല ഭാഷ പ്രയോഗിക്കുന്നവന് നല്ല ജോലിയും നല്ല ശമ്പളമുണ്ട്. നമ്മളൊരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താ വേണ്ടി എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് നല്ല സെറ്റപ്പുള്ള എയർപോർട്ടിലോ അല്ലെങ്കിൽ നല്ല മാളിലോ ഒക്കെ ഉള്ള ഒരു കട, അവിടെ കയറി ചെല്ലുമ്പോൾ എന്തുണ്ട്? നമ്മോട് ചോദിക്കുന്നു സർ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നമുക്ക് ഹാപ്പി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്? നല്ല വില ഉണ്ടാവട്ടെ സാധനങ്ങൾക്ക്. കാരണം എന്താ? ക്വാളിറ്റിയാണ്. പ്രതിഭാ സംഗമം പൊന്നാനി MLA KP നൗഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. യേശുദാസ് ആദ്യമായിട്ട് പാടാൻ തന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കൊള്ളില്ല, ശബ്ദം മോശമാണ് എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. എന്നിട്ട് പിന്നീടാണ് അദ്ദേഹം നമ്മളിന്ന് കാണുന്ന ഗായകനായി മാറിയത്. അപ്പോൾ മാർക്ക് കുറയുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് ഒന്നിന്റെയും അവസാനമല്ല. പരാജയപ്പെട്ട ആളുകളൊക്കെയാണ് പിൽക്കാലത്ത് ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള മനുഷ്യരായി മാറിയത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഞാൻ നിസ്സാര ഭയം കൊണ്ട് അത്തരം ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മാർക്ക് കുറഞ്ഞവരുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഒരു MLA എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയും എൻ്റെ പരിഗണനയും ഉണ്ടാകും. മാർക്ക് കുറഞ്ഞവരെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ നമുക്ക് മികച്ച മാർക്കുള്ളവരാക്കി അടുത്ത ഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അത്തരത്തിലൊക്കെ നമുക്ക് ഇത്തരം വിഷയങ്ങളെ സമീപിച്ച് മുന്നോട്ട് പോകണം. ആരോഗ്യകരമായി വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. അനാവശ്യ സമ്മർദ്ദമോ മത്സരബുദ്ധിയോ ആവശ്യമുള്ള മേഖലയല്ല വിദ്യാഭ്യാസ രംഗം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ പഠിച്ച് മുന്നോട്ട് വന്നത് വലിയൊരു മാത്സര്യത്തിൻ്റെ ഒരു കനത്ത ഒരു കോമ്പറ്റീഷന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും കടുത്ത മാത്സര്യമാണ് നിലനിൽക്കുന്നത്. ആലംകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഫൗസിയ KV ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മയക്കുമരുന്നുകളിൽ നിന്നോ സിന്തറ്റിക് ലഹരി മരുന്നുകളിൽ നിന്നോ പൂർണ്ണമായും അകന്നു നിൽക്കും. ലഹരി ഉപയോഗം എൻ്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും വിദ്യാഭ്യാസത്തെയും ഭാവി ജീവിതത്തെയും ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും സാമൂഹിക ഉത്തരവാദിത്തവും
സംരക്ഷിക്കുന്നതിനായി ഞാൻ ശരിയായ തീരുമാനങ്ങൾ സ്വീകരിക്കും. യാതൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ വിതരണം ചെയ്യുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല. വൈസ് പ്രസിഡന്റ് സുബൈറുദ്ദീൻ പറമ്പ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഫവാസ് മാളിയേക്കൽ, ഷാരിക മുരളീധരൻ, ഫാത്തിമ ലത്തീഫ്, സിദ്ദിഖ് പന്താവൂർ, ഷാനവാസ് വട്ടത്തൂർ, പി.ടി. അബ്ദുൽ ഖാദർ, അടാട്ട് വാസുദേവൻ, പി. വിജയൻ, ടി. മാധവൻ, കൃഷ്ണൻ പാവിട്ടപ്പുറം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. CNTV ചങ്ങരംകുളം.